വെൽക്കം ടു ശ്രീസ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസും നിങ്ങളെല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. തുടർന്നും അതേപോലെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? ഞാനിവിടെ തയ്യാറാക്കുന്നത് വീറ്റ് കൊണ്ടുള്ള നല്ലൊരു നൂഡിൽസാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു നൂഡിൽസാണിത്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് പോലെയല്ല, വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിയില്ലേ, അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കൂടാതെ നൂഡിൽസിലേക്ക് ചേർക്കാനായിട്ട് ഒരു 4 ബീൻസ് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇടത്തരം വലിപ്പത്തിലുള്ള 2 സവാള ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ നൂഡിൽസിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസും, പിന്നെ 2 മുട്ടയുമാണ് ഞാൻ ഇതിലേക്കിപ്പം എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത് ഒരാളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ കുരുമുളക് പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് തന്നെ ഇളം ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ഇളം ചൂടുവെള്ളവും ചേർത്തും ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ അതിനായിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല, കാരണം നമ്മൾ സേവനാഴി വഴിയാണ് അതിൻ്റെ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്കത് പെട്ടെന്ന് താഴോട്ട് വീണ് കിട്ടണം. അതിനായിട്ട് ഒത്തിരി ലൂസായി പോകാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എണ്ണ ചേർക്കുന്നതിൻ്റെ 2 കാരണങ്ങൾ പറഞ്ഞാൽ, ഒന്ന് സേവനാഴി വഴി പെട്ടെന്ന് നൂഡിൽസ് പുറത്തേക്ക് വരാൻ സഹായിക്കും. പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമാണ്. 10 മുതൽ അരമണിക്കൂർ വരെ നിങ്ങൾക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ നൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളക്കണം. അതവിടെ നിന്ന് തിളക്കട്ടെ. ഇത് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവാണ്. ഇതിന് നമുക്ക് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വലിയ ഹോളുള്ള അച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഹോളുള്ള അച്ചില്ല, നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഹോളുള്ള അച്ച് വേണമെങ്കിലും അതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് വളരെ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇടത്തരം വലുപ്പത്തിലുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മാവ് നമ്മുടെ സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കാം. മാവ് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കുക. ഈ മാവ് നമ്മുടെ തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അച്ച് വഴി ഇത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് പൊട്ടി വരുമൊന്നും ചെയ്യില്ല. അപ്പം നന്നായിട്ട് കറക്കി എല്ലാ മാവും ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഞാനത് എല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒരു നോർമൽ തീയിൽ കുക്ക് ചെയ്താൽ മതിയാവും.
ഒരു തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് അത് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ തിളച്ച വെള്ളത്തിൽ നിന്നും കോരി പച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കായിട്ടുള്ള നമ്മുടെ നൂഡിൽസ് നമുക്ക് ഇതിലേക്ക് കോരി മാറ്റി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കോരി മാറ്റിയിടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ വീണ്ടും കുക്കാവും. അപ്പോൾ അത് നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല പിന്നീട്. അതുകൊണ്ടാണ് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് മാറ്റിയിടുന്നത്. പിന്നെ ഒരു കാര്യം ഞാനത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഈ പച്ചവെള്ളത്തിലിട്ടിട്ട് അങ്ങനെ തന്നെ വെക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് നമ്മളതൊരു അരിപ്പയിലോട്ട് മാറ്റി വെള്ളം ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി അടുത്തതായി നമുക്ക് ഒരു ചെറിയൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ മുട്ട ഇല്ലാതെയും നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാരണം എല്ലാവർക്കും ഇപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും പിടിക്കണമെന്നില്ലല്ലോ. അതുപോലെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കൊക്കെ മുട്ട ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. വലിയ പീസൊന്നും അല്ലാതെ ചെറിയ ചെറിയ പീസാക്കി ചിക്കി എടുക്കണം. ഒത്തിരി കരിഞ്ഞു പോകാനോ അടിച്ചു പിടിക്കാനോ ഒന്നും പാടില്ല. നല്ല ചെറിയ ചെറിയ പീസാക്കി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ അളവ് ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചെറിയ കളർ വരുന്നത് വരെ വഴറ്റിയെടുക്കാം. നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഗാർലിക്കിലാണ്. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി നല്ലൊരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ബീൻസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികൾ മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ യെല്ലോ ക്യാപ്സിക്കോ, ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ അതുപോലെ ക്യാബേജ്, ഇത്തരത്തിലുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികൾ മാത്രമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് നന്നായി വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പകുതി വേവായിട്ട് കിട്ടിക്കോളും പച്ചക്കറികളൊക്കെ. നമുക്ക് നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഇത്. എൻ്റെ മോൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് നൂഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നൂഡിൽസൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പുറത്തുനിന്ന് വാങ്ങി വെച്ചത് ഉണ്ടാവില്ല. അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന ഐറ്റമാണ്. അതുപോലെ ഏത് പച്ചക്കറി ഇട്ടിട്ടാണെങ്കിലും നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിതിലേക്കിപ്പോൾ 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. സോയാ സോസിൻ്റെ ഒന്നും ടേസ്റ്റ് പിടിക്കാത്തവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കുമ്പോഴാണ് ഒരു നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും നൂഡിൽസ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഡിഷാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഇത്തരം സോസുകൾ ചേർക്കുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ല കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മാത്രം മതി എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ സോസ് സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് പകരം ഗരം മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടും നമുക്ക് നൂഡിൽസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പച്ചക്കറികളിൽ കുരുമുളക് പൊടിയുടെയും സോസിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് പിടിക്കട്ടെ. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മുട്ടയും കൂടി ഈ വെജിറ്റബിളിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മുട്ടയിലും കൂടി എല്ലാ മസാലയുടെയും ഫ്ലേവർ ഒന്ന് പിടിക്കട്ടെ. നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ നിന്ന് മുട്ട സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ല മുട്ടയ്ക്ക് പകരം ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഡിഷായിരിക്കും ഈ നൂഡിൽസ്. എൻ്റെ മോൾക്കൊക്കെ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് നൂഡിൽസൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കുന്ന നൂഡിൽസ് വീട്ടിലില്ലെങ്കിൽ നമുക്കിതുപോലെ വീട്ടിലുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഗോതമ്പ് പൊടിയും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നൂഡിൽസ് മുഴുവൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സെലറി ഉണ്ടെങ്കിൽ സെലറിയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അതിൻ്റെ മേലെ നമുക്ക് കുറച്ചുകൂടി മല്ലിയില വിതറി കൊടുക്കാം. കണ്ടില്ലേ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള നൂഡിൽസ് നമുക്കിവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്നും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
അതിൻ്റെ അടുത്തായി കിടക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ ഞാൻ ഇട്ടേക്കുന്ന 2 വീഡിയോസും കുറേ പേര് പരീക്ഷിച്ച് നോക്കി നന്നായിട്ടുണ്ടെന്നൊക്കെ കമൻസ് അറിയിച്ചു. അപ്പോൾ തുടർന്നും എല്ലാവരും റെസിപ്പീസൊക്കെ പരീക്ഷിച്ച് നോക്കുക, റിവ്യൂസ് എന്നെ അറിയിക്കുക. അതുപോലെ ഇത്തരം നൂഡിൽസ് ആയാലും മറ്റേത് റെസിപ്പി ആയാലും നിങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന രീതി അതും കൂടി എന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ അതുകൂടി ചെയ്തിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക അതുവരെ. താങ്ക് യു.